പെരുമ്പാവൂരിലെ ജിഷ വധക്കേസിലെ വിധി പുറത്തു വരുമ്പോൾ ചില കാര്യങ്ങളെയും വ്യക്തികളെയും കുറിച്ച് പറയാതെ വയ്യ. മൃഗീയ കൊലപാതകങ്ങളും അതിക്രമങ്ങളും നടത്തുന്ന നരാധമന്മാർക്ക് കാവൽ മാലാഖ, പീഡനങ്ങളും അരുങ്കൊലകളും നടത്തുന്നവർക്കെതിരെ സമൂഹം മുഴുവൻ വിരൽ ചൂണ്ടുമ്പോഴും അവർക്ക് നിയമത്തിന്റെ പഴുതുകൾ തുറന്നു കൊടുക്കുന്ന കുപ്രസിദ്ധ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആളൂർ. തൃശൂർ എരുമപ്പെട്ട് സ്വദേശിയായ ബിജു ആന്റണി ആളൂർ എന്ന BA ആളൂർ കേരളത്തിലെ കൊലപാതക കഥകളിലെ പ്രതികളുടെ രക്ഷകനായി എത്തിയിട്ട് വർഷങ്ങളേറെയായി. മുംബൈ കേന്ദ്രമായി പ്രാക്ടീസ് ചെയ്തു വരുന്ന ആളൂർ ഇടക്കാലത്ത് 1998 മുതൽ 2002 വരെ തൃശൂർ വടക്കാഞ്ചേരി കോടതിയിൽ സിവിൽ ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്തിരുന്നു. ആളൂർ പ്രതികൾക്ക് വേണ്ടി ഹാജരായ കേസുകളിൽ സൗമ്യ വധക്കേസ് മുതൽ ഡോക്ടർ വന്ദന കേസ് വരെ ഉൾപ്പെടും. 2011 ഫെബ്രുവരി 1 എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സൗമ്യയെ ക്രൂരപീഡനത്തിനിരയാക്കിയ ശേഷം ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്നത്. അന്ന് കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിക്കാൻ ആളൂരെത്തി. ഗോവിന്ദച്ചാമിയുടെ കേസ് ആരാണ് തന്നെ ഏൽപ്പിച്ചതെന്ന് ആളൂർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അത് പ്രൊഫഷണൽ സീക്രസി എന്നാണ് ആളൂർ പ്രതികരിച്ചത്. വിചാരണ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലായിടത്തും ഗോവിന്ദച്ചാമിക്കായി ആളൂരും അദ്ദേഹത്തിന്റെ 5 അംഗ അഭിഭാഷക സംഘവും ഹാജരായിരുന്നു. വെറും ഭിക്ഷാടകനായ ഗോവിന്ദച്ചാമിക്ക് വൻതുക പ്രതിഫലം വാങ്ങുന്ന ആളൂരിനെ എങ്ങനെ കിട്ടി എന്ന ചോദ്യവും അന്ന് ഉയർന്നിരുന്നു. ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വക്കാലത്തേൽപ്പിച്ചതും ഫീസ് നൽകുന്നതും മയക്കുമരുന്ന് മാഫിയാണെന്ന വെളിപ്പെടുത്തലായിരുന്നു അന്ന് അന്വേഷണ സംഘം ഉയർത്തിയിരുന്നത്. വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും തനിക്ക് മാഫിയ ബന്ധമില്ലെന്നുമാണ് ആളൂർ എന്ന് മൊഴി നൽകിയത്. അമിതാഭ് ബച്ചനെതിരെ മുംബൈയിലെ പത്രപ്രവർത്തകൻ നൽകിയ നികുതി വെട്ടിപ്പ് കേസിൽ പത്രപ്രവർത്തകന് വേണ്ടി വാദിക്കാനും ആളൂർ എത്തിയിരുന്നു. കേസിൽ ബച്ചനെതിരെ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റിനോട് മുംബൈ ഹൈക്കോടതി ആവശ്യപ്പെട്ടതാണ് തന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് ആളൂർ പ്രതികരിച്ചിരുന്നു. കേരളത്തിലടക്കം രാജ്യവ്യാപകമായി മോഷണം നടത്തിയ വണ്ടിച്ചോർ എന്ന കുറ്റവാളിക്ക് വേണ്ടിയും ആളൂർ ഹാജരായി. സൗമ്യ വധക്കേസിനെ വെറും ബലാത്സംഗമായി ഒതുക്കിയതോടെയാണ് ആളൂർ പ്രതികളുടെ പ്രിയപ്പെട്ട വക്കീലായി മാറിയത്. കൊടും കുറ്റവാളികൾക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്ത് പ്രസിദ്ധി നേടാൻ കിട്ടുന്ന ഒരു കേസും ആളൂർ വിട്ടുകളയില്ല. കൂടത്തായിൽ നടന്ന കൂട്ടക്കൊലക്കേസിന്റെ പ്രതിഭാഗം വക്കീലും ആളൂരായിരുന്നു. കൂടത്തായി പൊന്നാമറ്റം തറവാട്ടിൽ 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഒരു കുടുംബത്തിലെ 6 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. 2019 കേരളത്തെ നടുക്കിയ കൊലപാതകങ്ങളുടെ വിവരം പുറത്തറിഞ്ഞത്. കേസിലെ പ്രതിയായ ജോളി ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും ആളൂർ വാദിച്ചു. 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. മലയാള സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ച 2017 നടന്ന നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടൻ ദിലീപിന് വേണ്ടിയും ആളൂരെത്തി. ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയ പൾസർ സുനിക്ക് വേണ്ടിയും ഹാജരായ ആളൂർ കേസ് അട്ടിമറിക്കാൻ ബാഹ്യശക്തികൾ ശ്രമിക്കുന്നുവെന്ന ആരോപണവും ഉന്നയിച്ചിരുന്നു. സിനിമാ നിർമ്മാണത്തിലേക്ക് കടക്കാനുള്ള തന്റെ തീരുമാനത്തിന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നും ആളൂർ പറഞ്ഞിരുന്നു. 2021 കൊല്ലത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരിച്ച വിസ്മയുടെ കേസിലും പതിവ് തെറ്റിക്കാതെ ആളൂർ എത്തി. പ്രതിയായ വിസ്മയുടെ ഭർത്താവ് അരുണിന് വേണ്ടി ജാമ്യാപേക്ഷയ്ക്കായി ആളൂർ കോടതിയിൽ ഹാജരായി. വിസ്മയുടെ മരണത്തിൽ കിരണിന് പങ്കില്ലെന്ന കുടുംബത്തിന്റെ നിലപാട് തന്നെയായിരുന്നു ജാമ്യാപേക്ഷയിൽ ഉണ്ടായിരുന്നത്. കേരളത്തിലെ കൊലപാതക കഥകളിലെ ഇതുവരെയും കേൾക്കാത്ത ഭീകരത നിറഞ്ഞ കേസായിരുന്നു പത്തനംതിട്ട ഇലന്തൂരിലെ നരബലി. നരബലിക്ക് ശേഷം കൊല്ലപ്പെട്ടവരുടെ മാംസം കഴിച്ച കേസിൽ പ്രതികൾക്കായി ആളൂർ വക്കീൽ കുപ്പായം അണിഞ്ഞു. 2 പേർക്ക് വേണ്ടി ആദ്യം ഹാജരാകാൻ തന്നെ നിയോഗിച്ചിരുന്നെന്നും എന്നാൽ പിന്നീട് 3 പ്രതികൾക്ക് വേണ്ടിയും ഹാജരാകാൻ ആളൂർ തയ്യാറായി. കേസിലെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനാണ് താൻ പ്രതികൾക്ക് വേണ്ടി ഹാജരായതെന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് ആളൂർ പ്രതികരിച്ചത്. കൊട്ടാരക്കരയിൽ വന്ദനാദാസ് എന്ന യുവ ഡോക്ടറെ പരിശോധനയ്ക്ക് കൊണ്ടുവന്ന പ്രതി കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സന്ദീപിന് വേണ്ടിയും ആളൂർ ഹാജരായി. സന്ദീപ് ബോധപൂർവമല്ല കൃത്യം ചെയ്തതെന്നാണ് ആളൂർ കോടതിയിൽ വാദിച്ചത്. 2016 പെരുമ്പാവൂരിൽ നടന്ന ജിഷ വധക്കേസിലും ആളൂരായിരുന്നു പ്രതിഭാഗം വക്കീൽ. പ്രതിയായ അമിറുൽ ഇസ്ലാമിന്റെ അപേക്ഷയെ തുടർന്നാണ് താൻ കേസ് ഏറ്റെടുത്തതെന്നും ആളൂർ പ്രതികരിച്ചിരുന്നു. 8 വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ അമിറുളിന്റെ വധശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി വിധി വന്നു. സാഹചര്യ തെളിവുകളെല്ലാം പ്രതിക്ക് അനുകൂലമായിട്ടും അവിചാരിതമായ വിധിയായി പോയെന്നാണ് വിധി പ്രസ്താവനയിൽ ആളൂർ പ്രതികരിച്ചത്.
ആലുവയിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നിലപാടെടുക്കുന്ന ആളൂരിനെയാണ് കേരളം കണ്ടത്. പ്രതിക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും തന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടുവരുന്നത് ആരായാലും അവർക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ആളൂർ പ്രതികരിച്ചിരുന്നു. കുറ്റം ചെയ്തവർ രക്ഷപ്പെടാൻ തന്നെ അന്വേഷിച്ചു വരുന്നുവെന്ന് ആളൂർ തന്നെ പറയുന്നു. ആളൂർ വാദിച്ച കേസുകളിലൊന്നിലും പ്രതിയെ വെറുതെ വിട്ട കഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ പല മജിസ്ട്രേറ്റ് കോടതികളും ഇദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. അത്രയധികം തെറ്റായ ധാരണയാണ് ആളൂർ പൊതുസമൂഹത്തിന് നൽകുന്നത്. കേരളത്തിൽ വില്ലനായ ആളൂർ മഹാരാഷ്ട്രയിൽ സർക്കാരിനൊപ്പം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന വക്കീലാണെന്ന് മാധ്യമങ്ങൾ ആളൂരിനെ പുകഴ്ത്തുമ്പോഴും ഇന്നലെ ജിഷ വധക്കേസിലെ പ്രതിക്ക് കൂടി കൊലക്കയർ വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് സാക്ഷാൽ ആളൂർ. ആളൂരിന്റെ പല ആംഗിളിലുള്ള ചിത്രങ്ങൾ നൽകുന്ന കുപ്പി, കോഴിക്കാൽ, നക്കാപ്പിച്ച ടീം ഇന്നലെ മുതൽ ഒരിടത്തും ആളൂർ എന്ന പേര് മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു നഗ്ന സത്യം.